അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ നയന കൃഷ്ണൻ. ഇന്ന് ഏപ്രിൽ 17, ലോക ഹീമോഫീലിയ ദിനം. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ സ്ഥാപകനായ ഫ്രാങ്ക് ഷാ ബെല്ലിനോടുള്ള ആദരസൂചകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്. 1989 ആദ്യമായി ലോക ഹീമോഫീലിയ ദിനം ആചരിച്ചത്. ലോകമെമ്പാടുമുള്ള ആൾക്കാരിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക, മെച്ചപ്പെട്ട ചികിത്സ എത്തിക്കുക എന്നിവയാണ് ഓരോ ഹീമോഫീലിയ ദിനവും ലക്ഷ്യമിടുന്നത്. 10,000-ൽ ഒരാളിലാണ് ഈ രോഗം കാണപ്പെടുന്നതെങ്കിലും ജനിതക രോഗമായതിനാൽ ചികിത്സ ലഭ്യമല്ല. രക്തസംബന്ധിയായ രോഗങ്ങളിലൊന്നാണ് ഹീമോഫീലിയ. ഇത്തരക്കാരിൽ മുറിവുണ്ടായാൽ സാധാരണയിൽ കവിഞ്ഞ രക്തസ്രാവം ഉണ്ടാകും. എന്താണ് ഹീമോഫീലിയ? ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. അതായത് മാതാപിതാക്കളിൽ നിന്ന് ഒരു കുട്ടിക്ക് ഇതുണ്ടാകാം. സാധാരണയായി ഈ രോഗം പുരുഷന്മാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ക്രോമസോമുകൾ ഈ രോഗത്തിന്റെ വാഹകരാണ്. ഹീമോഫീലിയ രോഗം ബാധിച്ച രോഗികൾക്ക് രക്തത്തിൽ പ്രോട്ടീൻ ഇല്ല. ഏകദേശം 10-ാം നൂറ്റാണ്ടിലാണ് ഹീമോഫീലിയ കണ്ടെത്തിയത്. പുരുഷന്മാരിൽ ചെറിയ പരിക്കുകൾക്ക് ശേഷം രക്തസ്രാവം മൂലം മരണം സംഭവിക്കുന്നു. അക്കാലത്ത് ഈ രോഗം അബുൾക്കാസിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പരിമിതമായ സാങ്കേതിക വിദ്യ കാരണം അത് ഭേദമായില്ല. പ്രത്യേകിച്ചും അക്കാലത്ത് ഈ രോഗം യൂറോപ്യൻ രാജകുടുംബങ്ങൾ സാധാരണമായിരുന്നു. കൂടാതെ ആസ്പിരിൻ ഉപയോഗിച്ചാണ് ചികിത്സിച്ചത്. ഇത് രക്തത്തെ കൂടുതൽ നേർത്തതാക്കുകയും അവസ്ഥ മോശമാവുകയും ചെയ്തു. തുടർന്ന് 1803 ഫിലാഡൽഫിയയിലെ ഡോക്ടർ ജോൺ കോൺറാഡ് ഓട്ടോ ബീഡർമാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ പഠിക്കാൻ തുടങ്ങി. ഇതൊരു പാരമ്പര്യ രോഗമാണെന്ന് കണ്ടെത്തി. 1937 ഹീമോഫീലിയ ജനിതക വൈകല്യം A, B എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു. എന്നാൽ അന്നുവരെ ശരിയായ ചികിത്സ കണ്ടുപിടിച്ചിരുന്നില്ല. തുടർന്ന് ഹീമോഫീലിയ രോഗത്തെക്കുറിച്ച് ജനങ്ങൾ അവബോധം വളർത്തുന്നതിനായി ഏപ്രിൽ 17 തിരഞ്ഞെടുത്തു. ഈ രോഗം താങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് ഈ രോഗത്തിന്റെ ചികിത്സയ്ക്കായി ഫണ്ട് ശേഖരിക്കുന്നതിനും അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഈ ദിവസം ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഈ ദിവസം പല സംസ്ഥാനങ്ങളിലും ആളുകളുടെ ഗ്രൂപ്പുകൾ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവുമായി സഹകരിച്ച് ന്യൂഡൽഹിയിൽ സ്ഥാപിതമായ ഇന്ത്യൻ ഹീമോഫീലിയ ഫൗണ്ടേഷനും ഈ ദിനം ആചരിച്ചുകൊണ്ട് ദരിദ്രർക്ക് വൈദ്യസഹായം നൽകി ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നു. ഹീമോഫീലിക് സമൂഹത്തിന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമായി പ്രോഗ്രാം നടത്തുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.